പ്രതിഭയിത്. കലയുടെ പലവിധ വിഭവമതൊഴുകിടും തീരമിത്. പല പല ദേശം തീർത്തൊരു കലയുടെ പ്രതിഭയിത്. മധുഹും മാലപ്പാട്ടും തീർക്കും ത്വാഹ നബിയുടെ പൂർണ്ണതയെ. കഥയും പലപട പാട്ടും തീർക്കും ചിന്തിയ ചോരപ്പൂർക്കളമേ. മധുഹും മാലപ്പാട്ടും തീർക്കും ത്വാഹ നബിയുടെ പൂർണ്ണതയെ. കഥയും പലപട പാട്ടും തീർക്കും ചിന്തിയ ചോരപ്പൂർക്കളമേ. ദഫ് മുട്ടിനൊച്ച കേട്ടിട്ട് ഞങ്ങൾ ഉച്ചത്തിൽ പാടിടും തീരം സർഗലയം സർഗലയം തീരം സർഗലയം സർഗലയം. കലയാൽ തീർത്തൊരു കലഹമിത് എമിറേറ്റ്സിൻ പോർക്കളവേദിയത്. കലയാൽ തീർത്തൊരു കലഹമിത് എമിറേറ്റ്സിൻ പോർക്കളവേദിയത്. കലയുടെ പലവിധ വിഭവമതൊഴുകിടും തീരമിത്. പല പല ദേശം തീർത്തൊരു കലയുടെ പ്രതിഭയിത്. കലയുടെ പലവിധ വിഭവമതൊഴുകിടും തീരമിത്. പല പല ദേശം തീർത്തൊരു കലയുടെ പ്രതിഭയിത്. തൂലികത്തിന്റെ തുമ്പാലിന്ന് തിങ്കളെ തീർത്തിടും ഞങ്ങൾ. സാഹിത്യമാല സത്യം വിതച്ച മരുഭൂമി മണ്ണിലായി ഞങ്ങൾ. തൂലികത്തിന്റെ തുമ്പാലിന്ന് തിങ്കളെ തീർത്തിടും ഞങ്ങൾ. സാഹിത്യമാല സത്യം വിതച്ച മരുഭൂമി മണ്ണിലായി ഞങ്ങൾ. മാലാകമാര് പടവാളെടുത്ത ബദറിൻ കഥ പറയും തീരം സർഗലയം സർഗലയം തീരം സർഗലയം സർഗലയം. കലയാൽ തീർത്തൊരു കലഹമിത് എമിറേറ്റ്സിൻ പോർക്കളവേദിയത്. കലയാൽ തീർത്തൊരു കലഹമിത് എമിറേറ്റ്സിൻ പോർക്കളവേദിയത്. കലയുടെ പലവിധ വിഭവമതൊഴുകിടും തീരമിത്. പല പല ദേശം തീർത്തൊരു കലയുടെ പ്രതിഭയിത്. കലയുടെ പലവിധ വിഭവമതൊഴുകിടും തീരമിത്. പല പല ദേശം തീർത്തൊരു കലയുടെ പ്രതിഭയിത്. SKSSF 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 बोलो SKSSF. SKSSF നാഷണൽ സർഗലയത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم إنا نسألك بحق الفاتحة المعظمة وسبب المثاني تحفظنا بكل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا وأحبابنا وإن أهل بلدنا وبيتنا ولمنا وسوانا بالدعاء من كل محنة وفتنة وشدة بوس وضير إنك ولي لكل خير متفضل بكل خير ممت لكل خير. اللهم ينفع ويفتح هذا الفعاليات والمساعدين والمتطوعين. اللهم احسن نيتهم وتمم نيتهم وارحم موتاهم. اللهم إنا نسألك ونتوسل إليك بأسمائك الحسنى بحبيبك سيدنا مصطفى محمد صلى الله عليه وسلم وهؤلاء ساداتنا المذكورين بهذا اليوم العظيم بجميع علمته أن تورثنا بقضاء حوائج الفرح والسرور وأن ترزق البركة ونعمة في شؤوننا من أوصانا بالدعاء وأن تحفظنا من كل آفة وبلاء مصيبة حوادث من كل سجل ساهر وإن عين مكر ماكر ومن شر الشياطين والجان والكفرة. اللهم انصر المسلمين في كل بلدان من أعداهم ومن كل كاف بحق حبيبك مصطفى محمد صلى الله عليه وسلم. اللهم صل على أمة محمد صلى الله عليه وسلم. اللهم اغفر لأمة محمد صلى الله عليه وسلم. اللهم فرج عن أمة محمد صلى الله عليه وسلم. اللهم ارحم أمة محمد صلى الله عليه وسلم. اللهم اجعلنا محبا لأوليائك معاون لأعدائك وتمسكا لسنة خاتم أنبيائك يا عصمة قلوب النبيين. اللهم اجعل خير عمرنا آخره وخير عملنا خواتمه وخير أيامنا يوم نلقاك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اقسم لنا من خشيتك ما تحول به وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون علينا مصائب الدنيا. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا
وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا يا أرحم الراحمين ارحمنا ويا قاضي الحاجات اقض حوائجنا في الدارين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع وتب علينا إنك أنت التواب الرحيم آمين 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 رحمتك يا أرحم الراحمين. UAE നാഷണൽ സർഗലയത്തിന് സ്വാഗത ഭാഷണം നടത്തുന്നു. UAE SKSSF സർഗലയം ചെയർമാൻ നുഹ്മാൻ തിരൂർ സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നേതാക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യരായ പ്രവർത്തകരെ, സർഗലയം 2024 എത്തിപ്പെട്ട വിവിധ സോണുകളിൽ നിന്ന് എത്തിപ്പെട്ട സർഗ പ്രതിഭകളെ, മറ്റു സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകരെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റി വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ഇസ്ലാമിക കലാസാഹിത്യ മത്സരമാണ് സർഗലയം. ഓരോ 2 വർഷം കൂടുമ്പോഴും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ അതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ UAEയിലും നാം മത്സരം നടത്തി പോരുകയാണ്. അവസാനമായി ഷാർജയിലാണ് 2019 നാം ഒരു വലിയ കലാമേള നടത്തുകയുണ്ടായി. അതിനുശേഷം ഈ വർഷമാണ് നാം ഇങ്ങനെയൊരു മത്സരത്തിന് ഇവിടെ സാക്ഷിയായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, നിരവധി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതിഭകളുടെയും കരുത്തുറ്റ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. വെറുതെ കുറേ ആളുകൾ വന്ന് ഇരിക്കുന്നതല്ല. നിരവധി മത്സരങ്ങൾ, കടമ്പകൾ തീർത്ത് ജില്ലാ തലത്തിൽ, സോൺ തലത്തിൽ എല്ലാം മത്സരിച്ച് പ്രതിഭകളായിട്ടുള്ള 1ാം സ്ഥാനം നേടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സോണുകളായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഇങ്ങനെയൊരു സമ്മേളനം, ഒരു കലാമത്സരം നടത്താൻ സാധിച്ചു. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വർഷം കൂടുന്തോറും ഓരോ വർഷത്തിലും നമ്മൾ കൂടുതൽ കെങ്കേമമായിട്ടാണ് നാം ഇവിടെ ഈ മത്സര പരിപാടികൾ നടത്തുന്നത്. അവസാന ഘട്ടത്തിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചു. ഇതിൻ്റെ പര്യവസാനം വരെ വളരെ വിഷമമില്ലാതെ ഭംഗിയോടുകൂടി അവസാനിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇത്രയേറെ ആളുകളെ ഇവിടെ ഈ രാവിലെ എത്തിക്കാൻ സാധിച്ചു. അതിന് ആദ്യമായി സോണിൽ നിന്ന് വന്ന ടീം മാനേജർമാർ, സോണിൻ്റെ പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. സർഗലയം ഏകദേശം 55 മത്സരങ്ങളാണ് നടക്കുന്നത്. കലയും സാഹിത്യവും അതുപോലെ തന്നെ പാട്ടും അടങ്ങിയ ഗ്രൂപ്പുകളെല്ലാം അടങ്ങിയ ഒരു മത്സരമാണ്. നമ്മുടെ നാട്ടിലുള്ള അതേ ബൈലോയിൽ തന്നെയാണ് നാം ഇവിടെ ചെയ്യുന്നത്. നാട്ടിൽ ഒരുപാട് ഐറ്റം കൂടുതലുണ്ടെങ്കിലും നാട്ടിലുള്ളതുപോലെ ഫോളോ ചെയ്യാൻ നമുക്കിവിടെ സാധിക്കുന്നില്ല. എന്നാലും പരമാവധി നമ്മൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ നാട്ടിലുള്ളതുപോലെ തന്നെ 1-2 ദിവസം കൂടുതലെടുത്തുകൊണ്ട് നമുക്ക് മത്സരം നടത്തണം. അതുപോലെ തന്നെ വനിതകൾക്ക് മാത്രമായിട്ട് നമ്മൾ ചില മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അധിക സോണുകളും അതെല്ലാം നടത്തിയിട്ടുണ്ട്. അതും വിപുലമായിട്ട് തന്നെ അടുത്ത വർഷങ്ങളിൽ നമുക്ക് നടത്തണം. കൂടുതൽ സംസാരിച്ച് നീട്ടിപ്പരത്തി പറയുന്നില്ല. നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം ഇത്ര ഗംഭീരമാക്കാൻ സാധിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ സദസ്സിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങളാണ്. നമ്മുടെ
കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സഹകരണവും പ്രാർത്ഥനയും നമുക്ക് എന്നുമുണ്ട്. അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട സിറാജ് തങ്ങൾ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് കൃത്യസമയത്ത് തന്നെ നമ്മോട് എത്തി നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട നിസാർ തളങ്കര നമ്മുടെ അഭിമാനമായി ഇന്ന് UAE തിളങ്ങി നിൽക്കുകയാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മിൽപ്പെട്ട ഒരാൾ തന്നെ ആ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിരവധി നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KMCCയുടെ ജനറൽ സെക്രട്ടറി മുസ്തഫ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ അല്ലൈൻ സുന്നി യൂത്ത് സെൻറ്ററിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ, അതുപോലെ തന്നെ കർണാടക SKSFൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട അസ്കറിലി തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റു നേതാക്കൾ, പ്രവർത്തകർ എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദ് ഷുഹൈബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി ഷർഫുദ്ദീൻ ഉദവി, അങ്ങനെ എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട്. കൂടുതൽ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മുടെ പരിപാടിയിൽ എത്തിപ്പെട്ട മത്സരാർത്ഥികൾ, അവരുമായിട്ട് എത്തിയ രക്ഷിതാക്കൾ, ടീമിൻ്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ വിവിധ സോണിൻ്റെ പ്രവർത്തകർ, വിക്കായ വളണ്ടിയേഴ്സ്, എല്ലാവരെയും സബ് കമ്മിറ്റികൾ, ജഡ്ജസ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം മികച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഇത്ര വലിയൊരു പരിപാടി, നമ്മുടെ സാധാരണ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പരിപാടിയല്ല, ഇത് മുഴുനീള 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. നിരവധി സ്റ്റേജുകൾ, നിരവധി നേതാക്കൾ, പ്രവർത്തകർ, മത്സരാർത്ഥികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലേ ഈ പരിപാടി വിജയിക്കുകയുള്ളൂ. എല്ലാവരും നമ്മുടെ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച് നല്ലൊരു കലാമേളയായി നല്ല സന്തോഷത്തോടുകൂടി പിരിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. UAE നാഷണൽ സർഗലയത്തിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നു പ്രവാചക പരമ്പരയിലെ അനുഗ്രഹീത നായകൻ, UAE നാഷണൽ SKSSF ട്രഷറർ, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ വെള്ളി നക്ഷത്രം, പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ സാദരം സവിനയം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ സയ്യിദുമാർ, വിശിഷ്ടാതിഥി, ഉസ്താദുമാർ, വേദിയിലെത്തിയിട്ടുള്ള മറ്റു ഭാരവാഹികൾ, രക്ഷിതാക്കൾ, പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് എന്നും കുട്ടികളുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് SKSBVയിൽ മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുരുന്നുകളുമായിട്ടും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇങ്ങനെ സംവദിക്കാൻ അവസരം കിട്ടാറുണ്ട്. അത് ആ ഒരു ഓർമ്മയിൽ ഇന്നും ഈ വേദിയിൽ വരാൻ വളരെയധികം ഒരു സന്തോഷം തോന്നി. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ ഒരു ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിലുള്ളത്. പക്ഷേ അതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പല കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും ഗ്രഹിക്കാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും പലരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാനും അല്ലെങ്കിൽ പലരുടെ കഴിവുകൾ പോളിഷ് ചെയ്ത് എടുക്കാനുള്ള ഒരു അവസരമാണ് ഇത്തരം പരിപാടികൾ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നാട്ടിലുള്ള അത്ര വിപുലമായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഓരോ പ്രാവശ്യം UAE SKSSFൻ്റെ കീഴിലുള്ള പരിപാടികളൊക്കെ ഓരോ പ്രാവശ്യം അത് മെച്ചപ്പെട്ട് വരുന്നതും വളരെ പ്രൊഫഷണലായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ പലപ്പോഴും ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു മികവ് എപ്പോഴും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടിയിലും വളരെ എന്താ പറയുക, പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നല്ല രീതിയിലാണ് എപ്പോഴും UAEയിലെ
നമ്മുടെ SKSF, പ്രത്യേകിച്ച് SKSFിൻ്റെ കീഴിൽ നടക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് കാണാൻ കഴിയാറുള്ളത്. ഇതിൽ നിന്നൊക്കെ വളർന്നു വരുന്ന തലമുറക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു സംഘാടകർ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് പകർത്താൻ പറ്റിയ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. വിദ്യാർത്ഥികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എല്ലാം അധികരിപ്പിച്ച് ചോദിക്കുക. എന്ത് കാര്യമായാലും, അത് ഇൽമ് നേടുന്നതിനെ കുറിച്ചാണെങ്കിലും നമ്മളൊക്കെ അള്ളാഹുവിനോട് സ്വർഗത്തെ ആവശ്യപ്പെടുന്നവരാണ് അല്ലേ? എന്താണ് ആവശ്യപ്പെടാറ്? സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തണമെന്നാണ് നമ്മൾ ദുആ ചെയ്യാറ്. ഈ സ്വർഗത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തണമെങ്കിൽ നമ്മളും അതുപോലെ മാറണം അല്ലേ? അപ്പോൾ ആ ദുആ നിരന്തരം നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു ഭാവി നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKSF UAE നാഷണൽ സർഗലയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാന്യനായ നിസാർ തളങ്കര സ്നേഹപൂർവം ക്ഷണിക്കുന്നു. മനോഹരമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ പാണക്കാടിൻ്റെ നമ്മുടെ പൊന്നോമന പുത്രൻ സീബ് അലി ശിഹാബ് തങ്ങൾ, സ്വാഗതമരുളിയ നുഹ്മാൻ തിരൂർ, പ്രാർത്ഥന നടത്തിയ സയ്യിദ് സിറാജ് തങ്ങൾ, എൻ്റെ പ്രിയങ്കരനായ ഷുഹൈബ് തങ്ങൾ, ഷറഫുദ്ദീൻ ഹുദവി, ഇവിടെ ആശംസകൾ അറിയിക്കാനെത്തിയ ദുബായ് KMCC ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ, TMA സിദ്ദീഖ്, ഉസ്താദുമാരെ, തങ്ങൾമാരെ, കുട്ടികളെ, സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ സദസ്സ് എന്ന് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ജീവിത കലണ്ടറിടയിൽ ഒരുപാട് കാലം ഞാൻ പിറകോട്ട് പോയി. പെട്ടെന്ന് 80 കാലഘട്ടങ്ങളിൽ തളങ്കരയിലുള്ള ഹിദായത്ത് സിബിയാൻ മദ്രസയിൽ ഇതുപോലുള്ള കലാലയ കോമ്പറ്റീഷനുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഉള്ളവനും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയത്. ചെറുപ്പത്തിലുള്ള നമ്മുടെ പരിശീലനം എന്ന് പറയുന്നത് നിങ്ങൾ വേദികളിൽ പങ്കെടുക്കുക എന്നതാണ്. ഇവിടെ മത്സരം എന്നാണ് പറയപ്പെടുന്നത്. ആ മത്സരത്തിൽ വിജയികളാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, കുട്ടികളോട് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളും നമ്പർ 1 ആണ്. ഈ പങ്കെടുക്കലാണ് ഇതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രധാന കാരണം ജീവിതത്തിൽ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തുവെങ്കിലും ഞാൻ എല്ലാത്തിലും വിജയിച്ചിരുന്നില്ല. ഞാൻ പങ്കെടുക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രമാത്രം എന്നേക്കാൾ ചിലപ്പോൾ ഉപരിയായി നല്ല സ്കോർ ചെയ്യുന്ന കുറേ കുട്ടികൾ എൻ്റെ മുമ്പിലുണ്ടായതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് അതിനുള്ള പ്രസംഗ മത്സരത്തിലോ അല്ലെങ്കിൽ കലാകായിക മത്സരത്തിലോ വലിയ പ്രൈസുകളൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ കാലം കഴിഞ്ഞ് ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ കിട്ടാനായി അവസാനം ഹൈസ്കൂളിലെത്തിയ സമയത്ത് ഏറ്റവും നല്ല പ്രാസംഗികനുള്ള പ്രൈസും എനിക്ക് കിട്ടുകയുണ്ടായി. ഇതിന് മാതാപിതാക്കൾ തയ്യാറാവേണ്ടത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ എൻ്റെ കുട്ടി വിജയിച്ചില്ലെങ്കിലും നിരന്തരം പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. സക്സസ് ഈസ് എ റിസൾട്ട് ഓഫ് ദ സ്മോൾ എഫേർട്ട് എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ വിജയമെന്ന് പറയുന്നത് അത് ഏതിലായാലും ഓരോ ദിവസമുള്ള വളരെ ചെറിയ എഫേർട്ടാണ്, അധ്വാനമാണ്, കഠിനാധ്വാനമാണ്. നമ്മളെ കുട്ടികളെയും പരിശീലിപ്പിക്കേണ്ടത് അതുതന്നെയാണ്. ഇങ്ങനെയുള്ള മത്സരങ്ങൾ എവിടെയായാലും, പ്രത്യേകിച്ച് SKSF നടത്തുന്ന ഇങ്ങനെയുള്ള ഇസ്ലാമിക വേദികളിൽ നമ്മളെ കുട്ടികളെ എത്തിക്കാനും അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ സഹോദരന്മാരോട് ഇത് പറയാനും അവരെയും കൂടി എത്തിക്കാനുള്ള ശ്രമം മാതാപിതാക്കൾ ഏറ്റെടുക്കണം. പക്ഷേ ഇതിനേക്കാൾ മനോഹരമായി ഇനിയുള്ള വർഷങ്ങളിൽ
നാട്ടിലെ പോലെ തന്നെ ഇവിടെയും നടത്താൻ എൻ്റെ സ്വാഗത പ്രസംഗിക്കാൻ ആഗ്രഹം പിടിക്കുകയുണ്ടായി. ഞാൻ അതിൽ അണ്ടർലൈൻ ചെയ്യുകയാണ്. ഇതിനേക്കാൾ മനോഹരമായി വളരെ എഫിഷ്യൻ്റായി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ, പുതിയ ലീഡേഴ്സിനെ വാർത്തെടുക്കാൻ ഇനി വരുന്ന ഒരു 25 വർഷക്കാലം 50 വർഷക്കാലമുള്ള UAE നമ്മുടെ കുട്ടികളുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് SSS സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ഇതുപോലൊരു ട്രെയിനിങ് എന്നാണ് ചോദ്യം. ലോകത്തൊരു പക്ഷേ ഇന്ന് പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ മക്കളും പഠിക്കുകയാണ്, നമ്മളെ പോലെയല്ല. ഞാൻ ഇന്നലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു കാലത്ത് കേരളത്തിൽ 1980കളിൽ പഠിച്ച SLC എത്തിയ ഒരുപാട് ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ടാവും. അന്ന് നമ്മുടെ മുമ്പിലുള്ള ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് 210 മാർക്ക് വാങ്ങി SLC പാസ്സാവുക എന്നതാണ്. അന്ന് രാവിലെ എന്തൊരു ടെൻഷനായിരുന്നു. ഒരു ദിവസം മുമ്പ് തുടങ്ങും, പിറ്റേന്ന് രാവിലെ മലയാള മനോരമ, മാതൃഭൂമി, ചന്ദ്രിക പത്രം കിട്ടാൻ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ 5 മണിക്ക് പോയി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന ഒരു ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് കാണും, റിസൾട്ട് വന്നു, ഇത്ര ശതമാനം, ഇത്ര ആൾ പാസ്സായി. ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയത്, പക്ഷേ എനിക്ക് $1 ബില്യൺ ഇത് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നി. ഞാൻ SLC പാസ്സായി. ഒരുപാട് കുട്ടികൾ തോറ്റുപോയി, വളരെ വിഷമിച്ചു. പിറ്റേ ദിവസം പത്രങ്ങളിൽ ന്യൂസ് എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്, കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു കേരളത്തിൽ. അതൊക്കെ പോയി. ഇന്ന് നമ്മളൊക്കെ മക്കൾ അൽഹംദുലില്ലാ എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ്. ഇനി അക്കാഡമിക്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗവും ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ എൻ്റെ മുമ്പിൽ കുട്ടി വരുന്നുണ്ട് ഷാജേന്ദ്ര അസോസിയേഷനിൽ. ആ കുട്ടി എല്ലാ വിഷയത്തിലും തോറ്റുപോയി, കഴിഞ്ഞ പ്രാവശ്യം എല്ലാത്തിലും തോറ്റുപോയി. അപ്പോൾ ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു. അപ്പോൾ പിതാവ് കുറച്ച് അഗ്രസീവായി പറഞ്ഞു, ഇനി ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ തെറ്റിപ്പോയി, നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എല്ലാം തോറ്റുപോയാലും പിന്നെയും പഠിക്കാനുള്ള സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കപിൽ സിബലിൻ്റെ കാലത്താണ്, കോൺഗ്രസിൻ്റെ സമയത്താണ് അത് വന്നത്. ആ പ്രക്രിയ എന്ന് പറയുന്നത് എല്ലാം തോറ്റ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രത്യേകിച്ചൊരു കോഴ്സ്, വളരെ ലൈറ്റായി സബ്ജക്റ്റ് വെച്ച് 12ാം ക്ലാസ് പാസ്സാക്കുന്നൊരു കോഴ്സ് വന്നിട്ട് അത് വെച്ച് പാസ്സായി കഴിഞ്ഞാൽ ആ കുട്ടി എല്ലാ അക്കാഡമിക് ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന് പങ്കെടുക്കാവുന്നതാണ്. ഏത് യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പാസ്സാകുന്നുണ്ട്, അക്കാഡമിക്കലായിട്ട് എല്ലാ കയ്യിലും സർട്ടിഫിക്കറ്റ്. പക്ഷെ എവിടെയാണ് വ്യത്യാസം എന്നാണ് ചോദ്യം. അതാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. ട്രെയിനിങ് ആണ് അതിനുള്ള ഉത്തരം. ഇതുപോലുള്ള കലാലയ മത്സരങ്ങളാണ് അതിന് ഉത്തരം. എത്രമാത്രം നിങ്ങൾ കുട്ടികൾ ഇതുപോലുള്ള കലാലയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പറ്റീഷനുകൾ പങ്കെടുക്കുന്നുവോ, എത്രമാത്രം എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നുവോ, അതാണ് വ്യത്യാസം. ആ കുട്ടികളെയാണ് ഇപ്പം നിങ്ങൾക്കറിയാം, ലോകത്ത് 2 തരം വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ നമ്മളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഇൻട്രോവാട്ട്, എക്സ്ട്രോവാട്ട്. ഞാൻ പ്രസംഗിക്കുന്നത് പിതാക്കന്മാരോട്, നമ്മുടെ സഹോദരിമാരോടാണ്. ഇൻട്രോവാട്ട്, എക്സ്ട്രോവാട്ട്, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഇൻട്രോവാട്ട് എന്ന് പറയുമ്പോൾ ഒരു വേദി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ വേദിയിലേക്ക് വരില്ല. മാതാപിതാക്കൾ പിറകിൽ നിന്ന് തള്ളിവിടണം. നീ പ്രസംഗിക്ക്, പാട്ടുപാട്, അല്ലെങ്കിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ് തള്ളിവിടുന്നൊരവസ്ഥ. അവനെപ്പോഴും അവൻ്റേതായ ലോകത്ത് താമസിക്കുന്ന ഒരാളാണ്. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്, അവരുടേതായ അഭിരുചികളുണ്ട്. എക്സ്ട്രോവാട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്നെ പോലുള്ള അല്ലെങ്കിൽ ഉസ്താവിനെ പോലത്തെ രാഷ്ട്രീയക്കാരാണ്. അവരെല്ലാത്തിനും ഞങ്ങൾക്ക് സ്റ്റേജ് വേണം, ഞങ്ങൾക്ക് മൈക്ക് വേണം, ഞങ്ങൾക്ക് പറയാനുണ്ട്, ഞങ്ങളെന്ന് പറയും. പക്ഷെ ചിലപ്പോഴും ഞങ്ങൾ അക്കാഡമിക്കലി കുറച്ച് പിറകിലായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ 10 ആൾ നിന്നാൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇൻട്രോവാട്ടും എക്സ്ട്രോവാട്ടും ചില കാലത്ത് പറഞ്ഞ് ഇൻട്രോവാട്ട് ദോഷമാണെന്ന് പറയാറുണ്ടായി. അത് ശരിയല്ല. പക്ഷേ എനിക്ക് പറയാം, എൻ്റെ പുതിയ ശാസ്ത്രീയപരമായ കണ്ടെത്തലുകൾ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും ഓക്കെയാണ്. അതൊരു ഉദാഹരണം, ലോകത്തിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയ ആൾക്കാർ വന്നിട്ടുള്ളത് ഇൻട്രോവാട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ്. ആ വിഭാഗം ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇൻട്രോവാട്ടാണ്, സച്ചിൻ ടെണ്ടുൽക്കർ ഇൻട്രോവാട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇൻട്രോവാട്ട് സക്സസ്ഫുൾ ആയ ആൾക്കാർ വന്നിട്ടുണ്ട്. എക്സ്ട്രോവാട്ടിലും ആൾക്കാർ സക്സസ് ആകുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും സമന്വയിപ്പിച്ച് ഇവരെ ഒരു സക്സസ്ഫുൾ ഒരു മനുഷ്യനാക്കണമെങ്കിൽ, ഒരു പേഴ്സൺ ആക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വേദികളാണ് നമുക്ക് വേണ്ടത്. ഇതുപോലുള്ള ഒരുപാട് വേദികൾ നമ്മളുണ്ടാക്കണം. ഒരു സംഘടന എന്ന് പറയും, SKSF അല്ലെങ്കിൽ KMCC ആയാലും, നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ നാളത്തെ ലീഡേഴ്സായി വളർത്തിയെടുക്കുക എന്നതാണ്. ലീഡർ എന്ന് പറയുമ്പോൾ എല്ലാം പൊളിറ്റിക്കൽ ലീഡറല്ല, ഒരു വീട്ടിലെ ലീഡർ, ഒരു നല്ല മനുഷ്യൻ്റെ ലീഡർ, ഒരു മനുഷ്യസ്നേഹിയായ ഒരു ലീഡർ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ കാണുന്ന പല ആക്ടിവിറ്റീസും ഒരു 10 വർഷം കഴിഞ്ഞാൽ കാണൂല. ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഘടന രൂപവും മാറാൻ പോവുകയാണ്, കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ രൂപവും ഭാവവും മാറാൻ പോവുകയാണ്, കോഴ്സുകളുടെ കാര്യത്തിലൊക്കെ മാറാൻ പോവുകയാണ്. പക്ഷേ
ഈ കുട്ടികൾ ഇതുപോലുള്ള കളരികളിൽ വന്ന് പരിശീലിച്ച് നാളത്തേക്ക് ഒരു പ്രിപ്പറേഷൻ നിന്നാൽ അവർ ഏത് മാറ്റം വന്നാലും അത് പെട്ടെന്ന് സ്വയമത്തമാക്കാനുള്ള ഒരു കഴിവ്, ഒരു ആർജവം ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ XKSSF-ഉം മറ്റുള്ള സംഘടനകൾക്ക് വളരെ ശക്തമായി കൊണ്ടുപോകണം. നേരത്തെ പറഞ്ഞു, നമ്മുടെ വനിതകൾക്ക് കൂടി വേണ്ടിയുള്ള പരിപാടികൾ ഒരിക്കലും അവരെ ഒഴിവാക്കപ്പെടരുത്. അവരെയും കൂടി നമ്മളെ ഒന്നിച്ചു ചേർത്തിച്ചുകൊണ്ട് ആ കുട്ടി ഇന്ന് പെൺകുട്ടികളാണ് ഇന്ന് ഏറ്റവും സക്സസ്ഫുൾ അക്കാഡമിസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുന്ന ഒരുപാട് ജോലി അവസരം നമ്മുടെ മാഷാഅല്ലാ നമ്മുടെ ജില്ല മലബാറിൽ നിന്ന് വന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികളുടെ CV-യും അവരുടെ ക്വാളിഫിക്കേഷൻ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതിലൊരു പക്ഷേ നമ്മുടെ മുൻ തലമുറയെ പാണക്കാട് കുടുംബത്തെയും CH-നെയും സീതി സാഹിബിനും ഓർക്കാതെ ഒരു വേദിയും നമുക്ക് പോകാൻ പറ്റില്ല. അവരുണ്ടാക്കിയ മനോഹരമായൊരു വിപ്ലവമുണ്ട് കേരള സംസ്ഥാനത്തിന്, ലോകത്തിന് കാണിച്ചുകൊടുത്ത ഒരു മനോഹരമായ വിദ്യാഭ്യാസ ഒരു വിപ്ലവം ലോകത്തിന്. അതോടൊപ്പം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഉണ്ടായത് അന്നത്തെ അൽ-സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഒന്നിച്ചു നിന്നപ്പോൾ കേരളത്തിന് സമ്മാനിച്ചത് ലോകത്തിന് മനോഹരമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ്. ആ വിപ്ലവത്തിൻ്റെ പ്രതിഫലനം ഇന്ന് 2023 നമ്മൾ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മനോഹരമായ സദസ്സിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സദസ്സ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് തങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ UAE നാഷണൽ SKSSF-ന്റെ അഭിവന്ദനായ പ്രസിഡന്റ് സയ്യിദ് ഷുഹൈബ് തങ്ങൾ അനുഗ്രഹ ഭാഷണം നടത്തുന്നു. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സമാദരണീയനായ വേദിയുടെ അധ്യക്ഷൻ, UAE SKSF-ന്റെ ട്രഷറർ പണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ, ഈ ധന്യമായ വേദിയിൽ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച സയ്യിദ് സിറാജ് തങ്ങൾ, ഈ മഹത്തായ കലാവേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും UAE KMCC-യുടെ ട്രഷററുമായ ജനാബ് നിസാർ തളങ്കര സാഹിബ്, UAE റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ, കർണാടക UAE SKSF-ൻ്റെ അധ്യക്ഷൻ സയ്യിദ് അസ്ഗർ അലി തങ്ങൾ, ദുബായ് KMCC-യുടെ ജനറൽ സെക്രട്ടറി മുസ്തഫ സാഹിബ്, മറ്റു വേദിയെ ധന്യരാക്കിയിട്ടുള്ള ഇന്നിൻ്റെ സർഗവസന്തം പെയ്യുന്ന ഈ ദിനത്തെ ധന്യരാക്കാൻ എത്തിയിട്ടുള്ള വിവിധ സോണുകളിൽ നിന്നും ജില്ലാ തല മത്സരങ്ങളിൽ നിന്നും വിജയികളായ സർഗപ്രതിഭകളെ, പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, വളരെ വൈകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയുന്ന മഴയോടുകൂടിയാണ് ഈ സർഗനഗരിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് 6 വേദികളിലായി 14 സോണുകളിൽ നിന്നും 8ഓളം ജില്ലാതലങ്ങളിലും മത്സരങ്ങളിൽ വിജയിച്ച 800ഓളം വരുന്ന സർഗപ്രതിഭകളാണ് ജൂനിയർ, സീനിയർ, ജനറൽ വിഭാഗങ്ങളിൽ ഈ മത്സരവേദി മാറ്റുരക്കുന്നത്. ഈ 2 വർഷം കൂടുമ്പോഴും നടന്നു വരുന്ന SKSF-ന്റെ കലാവിഭാഗമായ സർഗലയുടെ സർഗലയം വളരെ വലിയ വേദിയിൽ വിശാല സൗകര്യത്തോടുകൂടി കഴിഞ്ഞ സർഗലയം ഷാർജ പേസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നമ്മൾ നടത്തിയതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അനുഭവപ്പെട്ടേക്കാം, എങ്കിലും ദുബൈയിൽ വേറിട്ട ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നാം ഇന്ന് വേദി ഒരുക്കിയിട്ടുള്ളത്. ഡ്യുവൈൻ സ്കൂൾ വളരെ ചെറിയ കാലം കൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവത്തിൽ വല്ല മുന്നേറ്റം നടത്തിയിട്ടുള്ള
നമ്മുടെ വുഡ്ലം പാർക്ക് ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമാണ്. ഇങ്ങനെ ദുബൈയിൽ നമ്മുടെ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നിങ്ങളുടെ സ്ഥാപനം പോലെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനം നമുക്ക് അനുവദിച്ചു തന്ന അതിൻ്റെ MD ബഹുമാനപ്പെട്ട നൗഫൽ സാഹിബിനോട് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. നമുക്ക് പരിമിതികളുണ്ടാകാം, എങ്കിലും സമയബന്ധിതമായി നമ്മുടെ 6 വേദികളിലെയും മത്സരങ്ങൾ കൃത്യസമയത്ത് നടത്താൻ നിങ്ങളെല്ലാവരും ഓരോ സോണിൻ്റെയും ടീം ക്യാപ്റ്റന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരെ സമയങ്ങളിൽ അവർ വേദികളിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെയിൻ വേദിയുടെ പുറത്ത് ഓരോ ടീമുകൾക്കും പ്രത്യേകമായ കൗണ്ടറുകൾ അവിടെ ഫുൾ ടൈം ടീം മാനേജർമാർ ഉണ്ടായിരിക്കുകയും മെസ്സേജുകൾക്കനുസരിച്ച് സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കാനും ഇന്നിൻ്റെ സായാഹ്നത്തിൽ ഈ സർഗവസന്തത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഇന്ന് പ്രിയപ്പെട്ട എൻ്റെ സമസ്തയുടെ പ്രവർത്തകർ മുഴുവനും നിരാശരാക്കിക്കൊണ്ടാണ് ഈ വേദി ഇവിടെ നടത്തുന്നത് എന്ന ബോധ്യമുണ്ട്. ഇത് കഴിഞ്ഞാൽ മറ്റൊരു സമയം നമുക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം. SKSSFൻ്റെ 35ാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുകയാണ്. തൊട്ടടുത്ത ആഴ്ചയിൽ നമ്മുടെ മദ്രസ രംഗത്തെ പൊതുപരീക്ഷ കടന്നു വരികയാണ്. പിന്നെ അക്കാഡമിക്കിൻ്റെ ഇയർ പരീക്ഷ, അത് കഴിഞ്ഞ റമദാൻ, അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയ ഘട്ടങ്ങളിലേക്ക് സമുദായം പോവുകയാണ്. വളരെ തിരക്ക് പിടിച്ച് ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ബാംഗ്ലൂർ ലക്ഷ്യമാക്കി ഒഴുകുന്ന വേളയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ നിങ്ങൾക്കൊക്കെ വളരെ പ്രയാസമുണ്ട് എന്നറിയാം. ഇതിൻ്റെ സംഘാടകരായി ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന പലരും രാത്രിയിലെത്തി വിളിച്ചു പറയുക, സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ എയർപോർട്ടിലാണ്, ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഈ സർഗവേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ 100ാം വാർഷികം 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇന്ന് കേരളത്തിന് പുറത്തേക്ക് സമസ്തയുടെ വലിയ ശബ്ദം എത്തുക എന്ന ആ ദിവസത്തിലാണ് നാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിരാശപ്പെടേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ലഭ്യമാകുന്ന സൗകര്യത്തിൽ ലൈവായി സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗം കാണാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. നല്ല നിലയിൽ വിജയിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ മഹാസംരംഭം നല്ല നിലയിൽ വിജയിക്കാൻ നമുക്ക് വേദിയിലുള്ളത്. ഈ എല്ലാ സോണുകളിലും ജില്ലാതല മത്സരങ്ങളും അതുപോലെ തന്നെ സ്റ്റേറ്റ് തല മത്സരങ്ങളും കഴിഞ്ഞ വളരെ വാശിയേറിയ സർഗ പ്രതിഭകളാണ് ഇവിടെ മാറ്റുരക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഴിവുറ്റ വിധികർത്താക്കളെയാണ് നാം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ പ്രഗത്ഭരായ വിധികർത്താക്കൾ ഈ നാട്ടിൽ നിന്ന് തന്നെ 10ഓളം വിധികർത്താക്കളെയാണ് ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെയൊക്കെ പിന്തുണ ഈ വേദിയിൽ ആദ്യാന്ത്യം ഉണ്ടാകണമെന്നും സമാപനം കുറിച്ച് വളരെ പെട്ടെന്ന് എല്ലാവർക്കും നാടുകളിലേക്ക് തിരിക്കണം, നാളെ സ്കൂളുകളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ എന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും സംഘാടകരായി നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും പ്രോത്സാഹനം നൽകി നമ്മുടെ മക്കളെ നാളെയുടെ വാഗ്ദാനങ്ങളായി ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് സമർപ്പിക്കാൻ സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ദിവസം ദുബൈ സ്റ്റേറ്റ് SKSFനോട് പറഞ്ഞത്, നിങ്ങൾ റിപ്പബ്ലിക് ജനുവരി 26 ആഘോഷിക്കേണ്ട, നിങ്ങൾക്ക് അതിനുള്ള അവസരം 28 ഇൻഷാ അല്ലാഹ് സർഗലയ വേദിയിൽ നൽകും. 35ാം വാർഷികത്തിന് പോകാത്ത ആളുകൾക്ക് ഐക്യദാർഢ്യവും 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ സന്ദേശവും നമുക്ക് ഇന്നിൻ്റെ സായാഹ്നത്തിൽ ഈ വേദിയിൽ ഒരുക്കണം. നിങ്ങളുടെ പിന്തുണ വേണം, സഹകരണം വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും, ഓരോ ചെറിയ മക്കളെയും രക്ഷിതാക്കളെയും അതിന് പാകപ്പെടുത്താൻ പ്രോത്സാഹനം നൽകിയ ടീം മാനേജർമാർ, സംഘാടകർ, സോണൽ തലങ്ങളിലെ ജില്ലാ തലങ്ങളിലെ ഈ യൂണിറ്റ് തലങ്ങളിലെ എല്ലാ നേതാക്കളെയും UAE നാഷണൽ SKSF കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി വേദിയിൽ
UAE നാഷണൽ സർഗലയത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു ദുബൈ KMCC ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂര്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനനായ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനനായിട്ടുള്ള പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സയ്യിദ് സിറാജ് തങ്ങൾ, UAE SKSSFിൻ്റെ പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള സുഹബ് തങ്ങൾ, സ്വാഗതം പറഞ്ഞ നുഹ്മാൻ, സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, 8 മണിക്ക് തുടങ്ങേണ്ട കലാസാഹിത്യ മത്സരങ്ങൾ വൈകി പോകുന്നതുകൊണ്ട് തന്നെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. ഇന്ന് ഈ മത്സരത്തിനെത്തിയിട്ടുള്ള എല്ലാ കുരുന്നുകൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവിടെ മുൻ പ്രാസംഗികരൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ നാളെയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തേണ്ട പ്രതിഭകളാണ് ഇന്നിവിടെ മത്സരത്തിന് എത്തിയിട്ടുള്ളത്. നിങ്ങളെ പാകപ്പെടുത്തുന്ന രക്ഷിതാക്കളും ആ ഒരു ശ്രദ്ധ, പരാജയവും വിജയവുമല്ല, മുന്നോട്ടുള്ള ഗമനത്തിന് ആദാനവും നിദാനവും അതിന് പങ്കെടുപ്പിച്ച് കുട്ടികളെ പാകപ്പെടുത്തുക. സമൂഹത്തിൻ്റെ മുന്നിൽ എന്തിനും ഞാൻ തയ്യാറാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കുട്ടികളെ, കുരുന്നുകളെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സർഗലയത്തിൻ്റെ പ്രധാന സന്ദേശങ്ങൾ. ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ കലാസാഹിത്യ മത്സരരംഗത്തും നമ്മുടെ വിദ്യാർത്ഥികൾ മുൻപന്തിയിലാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇത്തരം വേദികൾ നിദാനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ദുബൈ KMCCയുടെ എല്ലാവിധ ആശംസകളും ഈ സർഗലയത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനോഹരമായ ഉദ്ഘാടന സംഗമത്തിന് നന്ദി പ്രഭാഷണം നടത്തുന്നു സർഗലയം കൺവീനർ TMA സിദ്ദീഖ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി അസ്തഗ്ഫിറുല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാധ്യക്ഷൻ അഭിമന്യനായ പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ വേദിയിലെ സയ്യിദന്മാർ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാസങ്ങൾ നീണ്ട പരിശീലന കളരിക്ക് ഒടുവിൽ ഒരു പരിസമാപ്തിയുടെ വേദിയിലാണ് നാം നിൽക്കുന്നത്. നാഷണൽ SKSSFിൻ്റെ സർഗലയത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ധാർമ്മിക ബോധ്യങ്ങളും മാറി നിൽക്കുന്ന ഒരു ആസുരകാലത്ത് കലയും സാഹിത്യവുമെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ധാർമ്മിക വഴിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഈ ഒരു സദുദ്യമം സംഘടിപ്പിക്കാനും അത് വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തരോടും ഈ അവസരത്തിൽ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഈ മനോഹരമായ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച അഭിവന്ദ്യനായ പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ പ്രിയങ്കരനായ ട്രഷറർ കൂടിയാണ്. അദ്ദേഹത്തിന് ആദരവോടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പ്രാർത്ഥന കൊണ്ട് ഈ സദസ്സ് മനോഹരമാക്കിയ പ്രിയപ്പെട്ട സയ്യിദ് സിറാജ് തങ്ങളെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നാഷണൽ SKSSFിൻ്റെ സർഗലയ ചെയർമാൻ കൂടിയായ എൻ്റെ അഭിവന്ദ്യനായ സുഹൃത്ത് നുഹ്മാൻ സാഹിബ് തിരൂരിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മനോഹരമായ ഒരു സന്ദേശം നമുക്ക് കൈമാറിയ നമുക്കേവർക്കും പ്രിയങ്കരനായ UAE KMCCയുടെ പ്രിയങ്കരനായ ട്രഷററും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡൻറ്റുമായ നിസാർ സാഹിബ് തളങ്കരയോടുള്ള ഹൃദ്യമായ നന്ദി പ്രസ്ഥാനത്തിന് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംഗമത്തിൽ അനുഗ്രഹ ഭാഷണം നടത്തിക്കൊണ്ട് നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുകൂടി നമ്മളോടൊപ്പം എന്നുമുള്ള അഭിവന്ദ്യനായ സയ്യിദ് ഷുഐബ് തങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിൽ ആശംസകൾ നേർന്ന് സംസാരിച്ച അഭിവന്ദ്യനായ ദുബൈ KMCCയുടെ ജനറൽ സെക്രട്ടറി മുസ്തഫ സാഹിബ് തിരൂരിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരി ഈ ഒരു സദ്യമം ഇത്രമേൽ മനോഹരമാക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന മുഴുവൻ സോണുകളിലെ ടീം അംഗങ്ങളോടും ടീം മാനേജർമാരോടും അതുപോലെ തന്നെ ഈ ഒരു വേദി ഇവിടെ ഒരുക്കാൻ വേണ്ടി മുന്നിട്ട് എല്ലാവിധ സജ്ജീകരണം നടത്തിയ ദുബൈ
സോൺ കമ്മിറ്റിയോടും മറ്റു ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവിധ വ്യക്തിത്വങ്ങളോടും സ്ഥാപനങ്ങളോടുമുള്ള ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് മത്സര പരിപാടിക്ക് വേണ്ടി വഴിമാറുകയാണ്. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ഒരു സെഷൻ സമാപിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.